ടു യൂട്യൂബ് ചാനൽ കനാൻ ഫാം. സോ നമ്മളിപ്പം സഡൻ ആയിട്ടൊരു പ്ലാൻ ഇട്ടിട്ട് സ്ട്രോബെറി പിക്കിങ്ങിന് വന്നേക്കുവാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഗൂസ്ബെറിയും പിക്കിങ് ഉണ്ടെന്ന്. സോ സ്ട്രോബെറീസ് പിക്ക് ചെയ്യാൻ മിക്കിക്ക് എന്താ പറയുക ഒരു ബോധം വന്നേ പിന്നെ അവളുടെ ഫസ്റ്റ് സ്ട്രോബെറി പിക്കിങ് ആണ് കേട്ടോ. ഇതിന് മുന്നേ ഇവിടെ ജനിച്ച സമയത്ത് നമ്മൾ വന്നിട്ടുണ്ട്. സോ ഇപ്രാവശ്യം ഇവളുടെ എന്താ പറയുക അവളുടെ എക്സ്പീരിയൻസും അവളുടെ സന്തോഷങ്ങളും പിന്നെ നമുക്കും ഇഷ്ടമാണല്ലോ സ്ട്രോബെറീസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കാണാവേ. It's a first time experience for her. എവിടെ സ്ട്രോബെറീസ് പിക്കിങ്ങിനാണ്. ടേസ്റ്റ് ഉണ്ടാടാ? Is it yummy? യമ്മിയാണമ്മ. സ്ട്രോബെറി പിക്കിങ്ങിന് വരുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾക്കാർ എല്ലാവരും കൂടി ഒത്തിരുന്നിരിക്കുന്ന സ്ഥലത്തോട്ട് ചെയ്യരുത്. നമ്മുടെ അവിടെയൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ ആൾക്കാരില്ലാത്ത സ്ഥലത്തുണ്ട്, അങ്ങോട്ടൊന്നും ആൾക്കാരേ ഇല്ല. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചവിട്ടാത്തതും ആൾക്കാരധികം എന്താ പറയുക തൊടാത്തതുമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അപ്പം മേക്ക് ഷുവർ ചെയ്യുക ആളുകളില്ലാത്ത ഭാഗത്തേക്ക് നോക്കി പോയി സാധനം പറിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മടിച്ചാണ് കേട്ടോ, എനിക്ക് പണിയെടുക്കാതെ നമ്മ പറിച്ച സ്ട്രോബെറീസ് ഇരുന്ന് കഴിക്കണേണ്. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു UK വന്നിട്ട് 1, 2, 3 പ്രാവശ്യമാണ് അല്ലേ ഇപ്പോൾ 3 പ്രാവശ്യമാണ് നമ്മൾ സ്ട്രോബെറി പിക്കാൻ വന്നത്. ആദ്യം നമ്മൾ വന്ന സമയത്ത് വന്നു, പിന്നെ മിക്കി ജനിച്ചതിന് ശേഷം വന്നു, പിന്നെ ഇപ്പോൾ വന്നു. കുട്ടി കുറുമ്പി ഇരുന്ന് കഴിക്കണമെങ്കിൽ അവൾ ഡ്രസ്സൊക്കെ ചീത്താക്കി, അവൾ ഡ്രസ്സിലൊക്കെ നിറച്ചാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അവൾക്കൊരു എക്സ്പീരിയൻസ് ആവും, നമുക്കതൊരു സന്തോഷമാവും. ഞാനിതുവരെ പച്ച സ്ട്രോബെറീൻ്റെ എന്താ ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. സോ ഞാനൊരു പച്ച സ്ട്രോബെറി, ഇത് പിന്നെ കുറച്ചും കൂടി പഴുത്തിട്ടുണ്ട്, ഞാനൊരു പച്ച സ്ട്രോബെറി എടുത്തിട്ട് കഴിച്ച് നോക്കാൻ പോവാണ്. എന്താ ടേസ്റ്റ് എന്ന് അറിയില്ല കേട്ടോ. വൈറ്റ് സ്ട്രോബെറീസ് ഞാൻ കഴിച്ചിട്ടുണ്ട്, സിമിലർ ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് ഷുഗർ സിറപ്പ് നിറച്ച പോലെ ഇരിക്കുകയാണ്, റെഡ് പിഗ്മെൻറ്റേഷൻ ഇല്ലയെന്നുള്ളൂ. പക്ഷേ ഇത് റെഡ് സ്ട്രോബെറീസ് തന്നെ പഴുക്കുന്നതിന് മുമ്പുള്ളതാണ്. കഴിച്ചു നോക്കാം. പുളിയൊന്നുമില്ല. റെഡ് സ്ട്രോബെറീസിന് തന്നെ ഒരു ഇച്ചിരി മധുരം കുറവ്, അത് തന്നെ ഉള്ളൂ. ഇച്ചാ ഒരു പച്ച സ്ട്രോബെറീസ് കഴിച്ച് നോക്കിയാൽ എന്നിട്ട് എന്താണ് അഭിപ്രായം? പുളിയൊന്നുമില്ലല്ലോ. റെഡ് തന്നെ ഒരു ഇച്ചിരി, അത് തന്നെ. ഇടയ്ക്ക് ഇവിടെ വെടി പൊട്ടണം വെച്ചേക്കാട്ടാ, കാരണം അപ്പുറത്തുള്ള ഫാമിലൊക്കെ ഈ എന്താ പറയുക ഇവരുടെ വിളവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരൂലേ, ഇവിടെ വിളവ് നശിപ്പിക്കാൻ ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട മിക്കി ചവിട്ടല്ലേ, മിക്കി ചവിട്ടി നിൽക്കല്ലേ. യമ്മിയാണ് മോനെ സ്ട്രോബെറീസ്. മിക്കി ഇങ്ങനെ സ്ട്രോബെറീസ് കഴിച്ചിട്ടുണ്ടാ തന്നെ അല്ലേ അമ്മ? ഹാപ്പിയാണോ അമ്മ? മിക്ക ഉച്ചക്കൊന്നും കഴിച്ചില്ല കേട്ടോ. മിക്ക കരഞ്ഞ് ബഹളം പിടിച്ച് കഴിക്കാതിരുന്നിട്ട് ഇവിടെ വന്നിട്ട് വയറ് നിറച്ച് സ്ട്രോബെറീസ് കഴിക്കുകയാണ്. മിക്കിനെ കാണിച്ചു കൊടുത്തത് UK അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു കേട്ടോ. അവർക്ക് എന്താ പറയുക, ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ബാഗ് ഫുൾ ഓഫ് സ്ട്രോബെറീസും
ഹാർട്ട് ഫുൾ ഓഫ് മെമ്മറീസുമായിട്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റും. അവർക്ക് ഭയങ്കര ഹാപ്പി ആവും. അപ്പം നിങ്ങൾ അവരുടെ ഹാപ്പിനെസ് കൂടി കണക്കിലെടുത്തിട്ട് എല്ലാവരെയും കൊണ്ടുപോകണം കേട്ടോ. UK യിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ കാനഡ എവിടെ ആണെങ്കിലും നിങ്ങളിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവന്നെ. കളഞ്ഞേക്കത്. സോ നമ്മൾ ഓൾമോസ്റ്റ് പിക്ക് ചെയ്തു കേട്ടോ. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇത്രയധികം സ്ട്രോബെറീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോവാണെന്ന്. നമുക്കിത് വെച്ചിട്ട് ജാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും. അപ്പം ഈ സ്ട്രോബെറീസ് എല്ലാം വെച്ചിട്ട് ഞാൻ ജാം ഉണ്ടാക്കുന്ന വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.